ഇനി ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ഇത്രയും ആവേശത്തോടെ സംസാരിക്കും കാരണം ഞങ്ങള് ഒരേ നാട്ടുകാരാണ്. അദ്ദേഹം വർക്കലയാണ്. പിന്നെ വർക്കല SN കോളേജ് അലുമിനിയാണ്. ഞങ്ങളുടെ ഇവരുടെ ഷോയൊക്കെ ധാരാളം ചെയ്ത് ഞങ്ങളുടെ ഒരു സൗഹൃദ വലയമുണ്ട്. അപ്പൊ എനിക്ക് പക്ഷേ ഇവിടെ വരുമ്പോഴാണ് അത് അറിയാൻ പറ്റിയത്. അങ്ങനെ SN കോളേജിന് അഭിമാനിക്കാം കേട്ടോ. അടിപൊളി. വർക്കല SN കോളേജിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് ഞങ്ങൾ, മൈതാനത്തെ കാര്യങ്ങളും കോളേജും അങ്ങനെ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ച് പഴയ കാര്യങ്ങളും പഴയ സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല നമുക്ക് KG ജോർജ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കിഷോറേട്ടനെ ഓർമ്മയുണ്ടോ? മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്, അനിയനാണ്. അപ്പം അങ്ങനെയും നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധമുള്ള ആളാണ്. കിഷോറേട്ടൻ ചെയ്തു വെച്ചൊരു ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയ ഒരു സിനിമ പൂർത്തിയാക്കാതെയാണ് അദ്ദേഹം നമ്മുടെ ഇടയിൽ നിന്ന് മൺമറഞ്ഞു പോയത്. പക്ഷെ ഏട്ടൻ അത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കലയുമായിട്ട് അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഓട്സിലാണ് അല്ലേ? നമുക്ക് ഓട്സിന്റെ സ്മൂത്തി ചെയ്യാൻ മിടുക്കന്മാർ അവരെയാണ്. അല്ല, ഓട്സ് എന്ന് പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞു ഓട്സിൽ അവർക്ക് വെറൈറ്റി സ്മൂത്തി ഉണ്ടാക്കണം. കാരണം വളരെ കുറച്ച് സമയം മതി. പിന്നെ വേറൊരു നാദ്രയും വിഷ്ണു ബേസിക്കലി കുക്കിംഗ് അറിയാത്ത ആൾക്കാരാണ്. അവർ ആദ്യമായിട്ട് കുക്കിംഗ് തുടങ്ങിയത് ഫിറോയുടെ പ്രോഡക്ട്സ് വെച്ചിട്ടാണ്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. ധാരാളം അവരുടെ തന്നെ ഒത്തിരി സമ്മാനം. ഒരു കാര്യം 24 മണിക്കൂർ അടുക്കളയിൽ നിൽക്കണമെന്നില്ല. നമ്മുടെ ഫിറോയുടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കാര്യങ്ങൾ ഇപ്പൊ 3 മിനിറ്റ് മതി. ചേട്ടൻ പറഞ്ഞത് 3 മിനിറ്റ് മതിയല്ലോ. അപ്പൊ 3 മിനിറ്റ് ആണ് എളുപ്പമായിട്ട് ചെയ്യാൻ. പോരാ. എനിക്കൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. 500 പ്രൊഡക്ട്സും കൂടി ആ കിറ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് കൊടുക്കുന്നവർക്ക് അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ആധികാരികമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പാചകം ചെയ്യാനായിട്ട് നമുക്ക് ഇപ്രാവശ്യം ഫിറോയുടെ പ്രോഡക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്രിസ് ആൻഡ് ദിവ്യ റെഡിയല്ലേ? റെഡി. അപ്പൊ ഇവര് പാചകം ചെയ്യുന്നതിനിടയിൽ നമുക്ക് പോയി എത്തി നോക്കാം. അപ്പൊ ഇനി ഇവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ബ്രാൻഡ് ഇപ്പൊ ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തത്. ഇനി വരും മാസങ്ങളിലും പുതിയ പ്രൊഡക്ട്സുകളും വരുന്നുണ്ട്. ഇപ്പം ഒഫീഷ്യലി നമ്മുടെ ലോഞ്ച് കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ ഓട്സിൻ്റെത് കഴിഞ്ഞത്. പുതിയ കുറേ പ്രൊഡക്ട്സ് റേഞ്ചും കൂടെ വരുന്നുണ്ട്. ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട്. നമ്മുടെ ചക്ക പൊടിയുണ്ട്, ചക്ക പുട്ടുണ്ട്, ചക്ക ചപ്പാത്തി ഉണ്ട്, ചക്ക അപ്പം ഇതെല്ലാം ഇപ്പം ഇവിടുത്തെ മെയിൻ സ്റ്റോഴ്സിൽ ഇപ്പോൾ ലുലു അടക്കമുള്ള ലുലു പോത്തീസ് പോലുള്ള മോഡേൺ ട്രേഡ് ഔട്ട്ലെറ്റുകളിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ അതും കൂടി ഒക്കെ തരണം. ഞങ്ങൾ അത് അറിയട്ടെ മറ്റുള്ളവരോടൊക്കെ പറയാൻ. അല്ലാതെ എല്ലാവർക്കും എത്തിച്ചേരുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ ഷോയിലുടനീളം ഫിർ ഉണ്ടാവണം. ഞങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളോടൊപ്പം തീർച്ചയായിട്ടും നമ്മളുണ്ടല്ലോ. ചക്കപ്പൊടിയും നമ്മളിപ്പോൾ ചപ്പാത്തി പൊടി എന്നൊക്കെ പറയണതൊക്കെ അതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കുറവുള്ളതാണ് ഈ ചക്ക. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ആ മാവ് നമ്മൾ യൂസ് ചെയ്യാം. ചക്കപ്പൊടി നമ്മളിപ്പോൾ ചപ്പാത്തി മാവ് 1 കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചക്കപ്പൊടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ, അതല്ലാതെ ഇപ്പോൾ പ്രീമിക്സ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഈ പ്രീമിക്സ്ഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷുഗറിന്റെ പേടിയില്ലാതെ ചപ്പാത്തി കഴിക്കാം. കാരണം ഗ്ലൈസമിക് ഇൻഡെക്സ് ചക്കയുമായി നമുക്ക് അടുത്ത ദിവസം ഒത്തുകൂടാം. നമുക്ക് ചെയ്തു എല്ലാവിധ ആശംസകളും.